എന്നെ നിങ്ങളെ പരിഹസിക്കുന്ന ചില പരിഹാസവാക്കുകൾ, കളിയാക്കുന്ന ചില കളിയാക്കലുകൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അത് കൊടുത്താൽ വലിയ തിരിവുകൾ അതിനകത്ത് നടക്കും. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ ഈ തിരുവചന ഭാഗം ചിന്തിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വചനത്തോളം ശക്തിയുള്ള ഒരു ഗ്രന്ഥം ഉലകത്തിൽ വേറെയില്ല. ഇതിനെ വഹിക്കാൻ, ഇതിൻ്റെ ഭാഗമാകാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുക. കർത്താവ് സഹായിക്കട്ടെ. എടുക്കാം. യെശയ്യാ പ്രവചനം 37-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞു. ആമേൻ. ഈ ഭാഗം നമുക്കറിയാം. റബ്ഷാക്കെ എന്ന് പറയുന്ന സൈന്യാധിപനെ സൻഹേരീബ് എന്ന അശ്ശൂർ രാജാവ് ദൈവമക്കളെ തകർക്കാനായിട്ട് വിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ വന്ന ആ ദേശത്തെ അങ്ങ് യുദ്ധം ചെയ്ത് പിടിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ ആദ്യം അവരെ വാക്കുകൾ കൊണ്ട് തകർക്കാനായിട്ട് പദ്ധതി തയ്യാറാക്കി. യഹൂദ ഭാഷയിൽ റബ്ഷാക്ക് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ രാജാവും കൂടെയുള്ളവരും പറയുന്നുണ്ട്, പ്ലീസ് നിങ്ങൾ ആ ഭാഷ പറയാതെ. യഹൂദ ഭാഷ ഇവിടെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് അരാം ഭാഷ അറിയാം, ഞങ്ങൾക്കത് മനസ്സിലാവും. ദയവായിട്ട് നിങ്ങൾ അരാം ഭാഷ സംസാരിച്ചായിട്ട്. ഉടനെ അതിനെയും പരിഹാസത്തോടുകൂടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. തകർന്ന ഹൃദയവുമായിട്ടാണ് ഹിസ്കിയാവ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ പ്രസാദിപ്പിച്ച നല്ലൊരു ദൈവദാസനാണ്, നല്ലൊരു രാജാവ്. അനേകരും യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഹിസ്കിയാവ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നതെന്ന് വായിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ആ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രതികൂലം വരുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, നമ്മളെ ഒന്ന് പണിയാൻ. രണ്ട്, നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. കേട്ടോ, ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല, ദൈവം നമ്മളെ പരിശോധിക്കുന്ന ദൈവം. കൊള്ളാകുന്നവനായി തെളിയാൻ ദൈവം നമ്മളെ പരിശോധിക്കും. ആ പരിശോധനയിൽ നമ്മൾ ജയിച്ചാൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യപ്പെടും. നോക്കിയേ, ഹിസ്കിയാവിന് അതിന് കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അവൻ ദൈവപ്രസാദപ്രകാരം നടക്കുന്നവനാണ്. വിഷയങ്ങൾ വരുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കത്തില്ല. ആമേൻ. ആലയത്തിൽ കൊണ്ടുചെല്ലണം. നിങ്ങൾക്കൊരാലയമുണ്ടോ? ആരാധനയ്ക്ക് ഞായറാഴ്ച പോകുന്ന സ്ഥലമല്ല ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുന്നിടം. നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം ആലയമാകട്ടോ. അവിടെ ഓപ്പൺ ഹെവനുണ്ട്. സ്വർഗം തുറന്നു കിടക്കുക. സ്വർഗം തുറന്നു കിടന്നാൽ എന്ത് സംഭവിക്കും? ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ആത്മാസാന്നിധ്യത്തിരിക്കണം. ജഡികമായ പ്രാർത്ഥനകളും മാനുഷികമായിട്ടുള്ള ആ പുത്തുപുരത്തെ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ മാറ്റിയിട്ട് ആത്മസാന്നിധ്യം അനുഭവിക്കത്തക്ക രീതിയിൽ ഇനി പ്രാർത്ഥിക്കണം. ദൂതനുമായിട്ട് മല്ല് പിടിച്ചെന്ന യാക്കോബിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. ആ ഹോശേയ പ്രവചനത്തിനകത്ത് ആ മല്ല് പിടിച്ച് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെ, അവൻ കരഞ്ഞപേക്ഷിച്ചു കേട്ടോ. ആ മൽപ്പിടുത്തത്തെക്കുറിച്ച് പറയും, ഗുസ്തിയൊന്നുമല്ല, കരഞ്ഞപേക്ഷിക്കുന്ന. വിടാൻ പറ്റത്തില്ല, അനുഗ്രഹിച്ചല്ല വിടത്തില്ല, എന്നെ മറികടന്ന് പോകരുതേ എന്ന് പറഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ കിട്ടിയത് എന്തുവാ? ഇന്നും നിലനിൽക്കുന്നൊരു പേര്, ഇസ്രായേൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഇവിടെ ഹിസ്കിയാവ് അങ്ങനൊരു മൽപ്പിടുത്തത്തോടുകൂടെ ആ കൊണ്ടുവന്ന് പരിഹാസത്തിൻ്റെ വാക്കുകൾ ദൈവസന്നിധിയിൽ അങ്ങോട്ട് വിടർത്തിയപ്പോൾ ദൈവം അതങ്ങോട്ട് ഏറ്റെടുത്ത് സഡൻ ആക്ഷൻ വെളിപ്പെട്ടു കേട്ടോ. സഡൻ ആക്ഷൻ. ഒറ്റ ദൂതൻ ഇറങ്ങിയത് അശ്ശൂർ പാളയത്തിനകത്ത്. എന്ത് സംഭവിച്ചു? 1,85,000 പേര് ഒറ്റ രാത്രി കൊണ്ട് തീർന്നു. ഈ സൻഹേരീബ് ഓടിപ്പോയി തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ അങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ അവൻ്റെ 2 മക്കൾ വന്നിട്ട് അവനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഇതാ ദൈവത്തിൻ്റെ നീതി, ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. നിൻ്റെ വിഷയത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമല്ല ദൈവം എടുക്കാൻ പോകുന്നത്. വേരോടെ അതിനെ പിഴുതു കളയും. വേരോടെ, റൂട്ട് സഹിതം ദൈവം അതിനെ പിഴുതു കളഞ്ഞിട്ട് പുറത്തുകൊണ്ടൊരു പ്രിയപ്പെട്ടവരെ ധൈര്യമായിട്ടിരിക്കുക. നീ അങ്ങനൊന്നും കുടുങ്ങി പോകത്തില്ല. ആ പരിഹാസ വാക്കുകൾ ദൈവസേനയിൽ പോകണം. അല്ലാതെ അതിനെ കോടതിയിലോ വക്കീലിൻ്റെ മുമ്പിലോ ലോക മനുഷ്യരുടെ മുമ്പിലോ അവനിട്ട് 2 കൊടുക്കണം. നോ, ദൈവസേനയിൽ പോകണം. പിന്നെ ഒരിക്കലും അത് തല പൊക്കാത്ത രീതി ദൈവം അത് കൈകാര്യം ചെയ്തു കേട്ടോ. ഏറ്റെടുത്തോ? ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതം.
ഞങ്ങളുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടതാണ്. ഞങ്ങളുടെ ശബ്ദമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. ഈ മെസ്സേജ് എന്നോട് തന്നെയാണെന്ന് പറയുന്നൊരിപ്പോൾ പ്രാർത്ഥിക്കുന്നല്ലോ. ആ പ്രാർത്ഥന അവിടെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ആ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ശ്രദ്ധേറിയ മറുപടി കൊടുക്കും. ഇന്ന് വൈകിട്ട് ആമേൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വമ്പൻ ടിസ്റ്റുകൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.